പൂർത്തിയാക്കട്ടെ. പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം. എന്റേത് എന്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ്. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. എന്നെ അവസരം പറഞ്ഞതുകൊണ്ടാണ്. എന്തെങ്കിലും പറഞ്ഞിട്ടല്ല പോകുന്നത്. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധി അവിടെ വന്നില്ല എന്ന് പറഞ്ഞ് ഉടനെ ചാടി വീണ് പറയുകയാണ് ഞങ്ങൾ അവിടെ പതാക ഉയർത്തി. അതാണ് ഞാൻ ചോദിച്ചത്, പാകിസ്ഥാനിലാണോ എന്ന്. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ഷാഫി. ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിപ്പോർട്ടർ ചാനലിലെ സുജിയ പാർവതിയുടെ ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് എന്ത് പെട്ടെന്നാണ് ഒരാളെ പാകിസ്ഥാൻകാരനാക്കുന്നത് നമ്മളൊന്ന് നോക്കിക്കേ. വിവരം കെട്ട സംഘികൾ പറയുന്ന ഒരു ഡയലോഗാണ്, ഈ പാകിസ്ഥാൻകാരനാണ്, ഈ പാകിസ്ഥാനിലോട്ട് പോക്കോ, നിന്റെയൊക്കെ പിതാക്കന്മാർ പാകിസ്ഥാനിലാണെന്നുള്ള ആ ഒരു സ്ഥിരം ഡയലോഗ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. റിപ്പോർട്ടർ ചാനലിലെ വലിയ പൊസിഷനിൽ ഇരുന്നിട്ട് പറയുകയാണ് രാഹുൽ ഗാന്ധി പാകിസ്ഥാനിലായിരിക്കും കൊടിയേറ്റിയത്, രാഹുൽ ഗാന്ധി പാകിസ്ഥാനാണെന്നൊക്കെ പറയുന്ന തരത്തിൽ വിവരം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് വിശ്വസിക്കാം, രാഷ്ട്രീയമാകാം. പക്ഷെ അത് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായി മാറി ആ ഒരു എന്താ പറയുക വിവരം കെട്ട ആൾക്കാർ പറയുന്ന ആ ഒരു സ്ഥിരം ഡയലോഗ് എന്ന് പറയുന്നതിനോട് നമുക്ക് പുച്ഛം മാത്രമേ അല്ലേ. ഈ സുജയ പാർവതിനൊക്കെ എപ്പോഴും റിപ്പോർട്ടർ ചാനലിൽ നിന്ന് അടിച്ചു പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പാനലൊക്കെ അതിന് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ വില കുറഞ്ഞ ആ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് വല്ലാത്ത പുച്ഛം തോന്നുന്നു അല്ലേ. അതുമാത്രമല്ല, അവിടെ ഇരിക്കുന്ന പാനല് പറയുന്നുണ്ട്, അതായത് റോഷി അഗസ്റ്റിൻ, അദ്ദേഹം പറയുന്നുണ്ട്, അതിന് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കണ്ടു നോക്കാം. പാകിസ്ഥാന്റെ കാര്യമൊക്കെ പറഞ്ഞ ഇടപെടേണ്ട സുജിയ, പ്രതിപക്ഷത്തെ ബഹുമാനം ഇല്ലാത്ത പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നിടത്ത് പോകാൻ സ്വാതന്ത്ര്യം ഇല്ലാന്ന് ഇന്ത്യയില്. നരേന്ദ്രമോദി ഭരിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യം ഇല്ല സുജിയ, കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവായി എനിക്ക് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ്രൂ അഗസ്റ്റിൻ സാറിന് അല്ല. താങ്കളത് തെളിയിക്കണം. താങ്കളത് തെളിയിക്കണം. താങ്കൾ തെളിയിക്കണം. താങ്കളത് തെളിയിക്കണം. കള്ളവോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടത് അത് പ്രതിഷേധമാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഭവനിൽ പോയി പതാക ഉയർത്തിയത്. അത് ഇന്ത്യയിൽ തന്നെയാണ്, പാകിസ്ഥാനിലല്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷ ബഹുമാനം കൊടുക്കാത്ത, പ്രതിപക്ഷ പാർട്ടികളെ ബഹുമാനിക്കാത്ത BJPയെയും RSSനെയും പോഴ്ത്തിക്കൊണ്ട് ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ബന്ധമില്ലാത്ത RSSനെ പോഴ്ത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ പോയി പ്രതിപക്ഷ നേതാവ് ഈ കഥ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അപമാനമാണെന്ന്. അതിൽ നിന്ന് വിട്ടുനിന്ന് പിന്നെന്താണ് രാഹുൽ ഗാന്ധിയെ ബഹുമാനിക്കല്ലേ വേണ്ടത്. ആ സംവിധാനത്തിലേക്ക് വന്ന പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എവിടെയാണ് സീറ്റ് കൊടുത്തത്? നിങ്ങൾ ഈ കേരള